ചലച്ചിത്രമേളയുടെ 4ാം ദിവസമാണെന്ന് 14 തിയേറ്ററുകളിലായി വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് ഇന്ന് 67 സിനിമകളാണ്. റീസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിൽ അകിര കുറോസാവയുടെ സെവൻ സമുറായ് ഇതിഹാസ സിനിമ, ഒപ്പം തന്നെ നമ്മുടെ ഈ വേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ആൻ ഹോയുടെ ബോട്ട് പീപ്പിൾ, ദ പോസ്റ്റ് മോഡേൺ ലൈഫ് ഓഫ് മൈ ഓൺ, ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഷോൺ ബേക്കറിന്റെ അനോറ തുടങ്ങിയ 15-ൽ പരം വിഭാഗങ്ങളിലായിട്ടാണ് ഈ 67 സിനിമകൾ പ്രദർശനത്തിനെത്തുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. വീണ്ടും ഷീജ വരികയാണ്. ഷീജ, പല കാഴ്ചകൾ കണ്ടത് IFFKയുടെ സിനിമാ കാഴ്ചകൾ നമുക്ക് പങ്കുവയ്ക്കാം. ഇന്ന് തിരുവനന്തപുരത്തിന്റെ തിര ഉലകം ഏതൊക്കെ സിനിമകൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? തീർച്ചയായും മനു, ഏതായാലും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ നമ്മൾ പല ഭാഷ, സംസ്കാരം, അവിടത്തേക്ക് സംഘർഷങ്ങൾ ഒക്കെ എല്ലാത്തിനെയും നമ്മൾ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതിൻ്റെ ഒരു തിരക്കാഴ്ചകളുടെ ഉത്സവത്തിനാണ് 13-ാം തീയതി തലസ്ഥാനത്ത് കൊടിയേറിയത്. ഏതായാലും അത് വർണ്ണാഭമായ രീതിയിൽ ഒരുപിടി മികച്ച സിനിമകളുമായി തന്നെ അതിൻ്റെ തേരോട്ടം മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഇന്നിപ്പോൾ 4ാം ദിനത്തിലെത്തി നിൽക്കുമ്പോൾ 67 ചിത്രങ്ങളാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ 45 വിഭാഗങ്ങളിലായി ഈ 65 ചിത്രങ്ങൾ എത്തുമ്പോൾ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനാണ് അകിര കുറോസാവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ റീസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിലാണ് സെവൻ സമുറായ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നൽകി ആദരിച്ച ആൻ ഹോയുടെ സിനിമയും ഇന്ന് പ്രദർശനത്തിനെത്തുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ബോട്ട് പീപ്പിളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇതിന് പുറമെ ദ പോസ്റ്റ് മോഡേൺ ലൈഫ് ഓഫ് മൈ ഓൺ എത്തുന്നുണ്ട്. ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഷോൺ ബേക്കറിൻ്റെ അനോറയും ഇന്ന് എത്തുന്നുണ്ട്. ഇതിന് പുറമെ ലോക സിനിമ വിഭാഗത്തിൽ ദി ഡിവോഴ്സ്, അതായത് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. അതും ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള 16 ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനം കൂടി ഇന്ന് മേളയിൽ നടക്കുന്നുണ്ട്. മത്സര വിഭാഗ ചിത്രങ്ങളാണെങ്കിൽ വലിയ രീതിയിൽ അതിൻ്റേതായിട്ടുള്ള മത്സരം കാട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിറഞ്ഞ സദസ്സിൽ എല്ലാവരുടെയും കയ്യടി വാങ്ങി തന്നെയാണ് മത്സര വിഭാഗ ചിത്രങ്ങളുടെയും പ്രദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 14 തിയേറ്ററുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് നീണ്ട നിരയും അകത്ത് കയറുമ്പോൾ നിറഞ്ഞ തിയേറ്ററുകളുമാണ്. അത് ആ രീതിയിൽ മികവുറ്റ സിനിമകളുടെ സെലക്ഷൻ ഉണ്ട് എന്നുള്ളത് അത് തന്നെ തെളിയിക്കുന്നു. മറ്റൊന്ന്, മലയാള സിനിമകളും കഴിഞ്ഞ ദിവസം അപ്പുറത്തിൻ്റെ ആദ്യ സ്ക്രീനിങ് നടന്നിരുന്നു. ഇന്ന് അപ്പുറത്തിൻ്റെ രണ്ടാമത്തെ സ്ക്രീനിങ് ഉണ്ട്. മുഖകണ്ണാടി, വിക്ടോറിയ, കിഷ്കിന്ദ കാണ്ഡം, അതോടൊപ്പം തന്നെ വെളിച്ചം തേടി, സൗദി വെള്ളിക്ക തുടങ്ങിയ മലയാളം സിനിമകളും ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഈ രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് ഈ രീതിയിൽ ഒരുപിടി മികച്ച സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. അതിനൊപ്പം തന്നെ ഓപ്പൺ ഫോറം, മീറ്റ് ദ ഡയറക്ടർ, ഇങ്ങനെ വിവിധ സെഷനുകളും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. അതിനൊപ്പം ടാഗോർ തിയേറ്ററിൽ എത്തുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകർക്കും അവിടെ സിനിമ ആസ്വാദകർക്ക് ഇവിടെ എത്തുന്നവർക്കും വേണ്ടിയിട്ടൊരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സിനിമ സെലക്ട് ചെയ്തിട്ടുള്ള, അതായത് ചലച്ചിത്ര പ്രവർത്തകരുടെ ഏതൊക്കെ സിനിമയാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഇവിടെ ഈ ഫെസ്റ്റിവലിൽ കാണിക്കാത്ത സിനിമകളുമായി തങ്ങളുടെ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ടാഗോർ തിയേറ്ററിലേക്ക് എത്തിയാൽ മതി. ഇവിടെ പ്രത്യേക വ്യൂയിങ് റൂം സജ്ജമാക്കിയിട്ടുണ്ട്. അതായത് ഈ ടാഗോർ തിയേറ്ററിൽ തൊട്ട് ഇത് അകത്ത് തന്നെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ ഫിലിം മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ഒക്കെ അവരുടെ സിനിമകൾ പ്രദർശിപ്പിക്കണമെങ്കിൽ ഈ വ്യൂയിങ് റൂമിലെത്തിയാൽ അവർക്ക് അവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കും.